അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു ലീഗൽ ക്ലബ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ടോപ്പിക്ക് മുത്തവല്ലി വഖഫ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന മുത്തവല്ലിയെ സംബന്ധിച്ചാണ്. ആരാണ് മുത്തവല്ലി? വഖഫ് ആക്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, വൺ ഹു മാനേജ് ഓഫ് ദി വഖഫ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആസ് മുത്തവല്ലി. വഖഫ് പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യുന്ന വ്യക്തിക്കാണ് മുത്തവല്ലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ മാനേജർ ഓഫ് ദി വഖഫ് പ്രോപ്പർട്ടി, മുത്തവല്ലി എന്നോ അല്ലെങ്കിൽ മാനേജർ ഓഫ് ദി വഖഫ് പ്രോപ്പർട്ടി, വഖഫ് പ്രോപ്പർട്ടിയുടെ മാനേജർ എന്നൊക്കെയാണ് വഖഫ് ആക്ടിൽ ഈ വഖഫ് പ്രോപ്പർട്ടിയെ അതിനെ മാനേജ് ചെയ്യുന്ന വ്യക്തിക്ക് മുത്തവല്ലി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങളുണ്ട്. ഞാൻ 1-2 എപ്പിസോഡിലായിട്ട് ഈ വിഷയം പറഞ്ഞു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുത്തവല്ലിയായിട്ട് സംഘടന വരാൻ പറ്റുമോ ഇല്ലേ? ഇനി സംഘടന വരാൻ പറ്റുമെങ്കിൽ ആ സംഘടനയുടെ അതിൻ്റെ എല്ലാ അംഗങ്ങളും അതിൻ്റെ മുത്തവല്ലിയായിട്ട് വരാൻ പറ്റുമോ ഇല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡി അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ബേസ്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയവർക്ക് മാത്രമേ അതിൽ ആ മുത്തവല്ലി എന്ന തലത്തിൽ നിൽക്കാൻ പറ്റുകയേ ഉള്ളൂ തുടങ്ങി പ്രധാനപ്പെട്ട റൂളിങ്സുകൾ, കേസ് ലോസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, മുത്തവല്ലി എന്ന് പറയുന്നത് പള്ളിയുടെ അല്ലെങ്കിൽ ഒരു വഖഫ് പ്രോപ്പർട്ടിയെ അതിനെ മാനേജ് ചെയ്യുന്ന വ്യക്തി എന്നാണ്. ചില കൂടുതൽ സാഹചര്യങ്ങളിലും ഒരു വഖഫ് ആധാരം പരിശോധിക്കുമ്പോൾ ആ വഖഫ് പ്രോപ്പർട്ടിയെ ഡൊണേറ്റ് ചെയ്ത ഡൊണേറ്റർ അഥവാ വാക്കിഫ് എന്ന് പറയും. ഈ വാക്കിഫ് ഡൊണേറ്റർ തന്നെയായിരിക്കും കൂടുതൽ ആധാരങ്ങളിലും മുത്തവല്ലിയായിട്ട് നമുക്ക് കാണാറുള്ളത്. അതായത് എഴുതുന്ന വഖഫ് ഡീഡിൽ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ദ ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി ടു ദ ഓണർഷിപ്പ് ഓഫ് ദി ഗോഡ് ഫോർ ദ റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസ് ഈസ് വഖഫ്. ചാരിറ്റബിൾ പേർപ്പസിനോ അല്ലെങ്കിൽ റിലീജിയസ് പേർപ്പസിനോ വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ തൻ്റെ പ്രോപ്പർട്ടിയെ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നതിനാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. ഈ ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും തൻ്റെ കൈവശത്തിലുള്ള ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യാൻ വ്യക്തികളുമാണ്. ആ വ്യക്തി ചിലപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്ന ഡൊണേറ്റർ തന്നെ അല്ലെങ്കിൽ വാക്കിഫ് തന്നെ ഈ വഖഫ് ഡീഡിൽ എഴുതി വെക്കും. ഈ പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യാനുള്ള മുത്തവല്ലിയായിട്ട് എഴുതുന്ന ഡൊണേറ്റർ തന്നെ നിയമിതനാവാവുന്നതാണ്. അങ്ങനെ ഡൊണേറ്റർ തന്നെ നിയമിതനാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ യാതൊരു തരത്തിലുള്ള ഓണർഷിപ്പും അവകാശപ്പെടാനോ ക്ലെയിം ചെയ്യാനോ പിൽക്കാലഘട്ടത്തിൽ ക്ലെയിം ചെയ്യാനോ പാടില്ല. അതേ സമയത്ത് താൻ അതിൽ അധ്വാനിക്കും. ചിലപ്പോൾ ബിൽഡിംഗ് ആകാം, ചിലപ്പോൾ പള്ളിയാകാം, മദ്രസയാകാം. അങ്ങനെ പള്ളിയൊക്കെ ആണെങ്കിൽ അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നതിന് സാലറി വേണമെങ്കിൽ എടുക്കാം. അതേ സമയത്ത് അതിൽ ഇന്ത്യൻ നിയമപ്രകാരം വഖഫ് ആക്ട് പ്രകാരം സാലറി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് അതിൻ്റെ യാതൊരു തരത്തിലുള്ള ഓണർഷിപ്പും അവകാശപ്പെടാൻ അദ്ദേഹത്തിന് പാടില്ല. വാക്കിഫ് ഹിംസെൽഫ് ക്യാൻ മാനേജ് ദ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. വാക്കിഫിന്, അതായത് ഡൊണേറ്റർക്ക്, എഴുതി കൊടുത്ത വ്യക്തിക്ക് തന്നെ അതിൻ്റെ മുത്തവല്ലിയായിട്ട് നിയമിതനാകാം. എൻ്റെ കാലശേഷം ആരാണ് ഈ പ്രോപ്പർട്ടിയെ കൊണ്ടു നടക്കേണ്ടത് എന്നും വേണമെങ്കിൽ എഴുതി വെക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ മുത്തവല്ലിയെ കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നത് വഖഫ് ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് ഐയിലാണ്. ആരാണ് മുത്തവല്ലി, ആർക്കൊക്കെയാണ് മുത്തവല്ലിയായിട്ട് വരാൻ പറ്റുക എന്നത് സെക്ഷൻ 3യിലാണ് മുത്തവല്ലിയെ സംബന്ധിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 3യിലെ ക്ലോസ് ഐയിൽ പറയുന്നത്, മുത്തവല്ലി മീൻസ് എനി പേഴ്സൺ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും, ഐദർ വെർബലി ഓർ അണ്ടർ എനി ഡീഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് ബൈ വിച്ച് എ വഖഫ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. ഇവിടെ നാം മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരു വ്യക്തി, അതായത് ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന വ്യക്തി തന്നെ ചിലപ്പോൾ എന്താകാം, നിയമിതനാകാം. അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന വ്യക്തി പറയുകയാണ് ഇന്ന ആളാണ് മുത്തവല്ലി എന്ന് പറയുകയാണെങ്കിലും അതും പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, തുടക്കത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചൊരു ചോദ്യം, സംഘടന, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, ഇത്തരം സംവിധാനങ്ങൾ മുത്തവല്ലിയായിട്ട് വരാൻ പറ്റുമോ ഇല്ലെന്ന്. അതാ പറയുന്നത്, ഓർ അണ്ടർ എനി ഡീഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് by which a waqf has been created.
ഒരു ഇൻസ്ട്രുമെന്റിൽ പറയുന്നു, ഒരു വഖഫ് ഡീഡിൽ പറയുന്നു, ഇന്ന പ്രോപ്പർട്ടി, ഈ വഖഫ് പ്രോപ്പർട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ന സംഘടനയാണ്, ഇന്ന ഓർഗനൈസേഷൻ ആണെന്ന് വഖഫ് ഡീഡിൽ ഇൻസ്ട്രുമെന്റിൽ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ അടുത്തൊരു സാഹചര്യം വരുന്നത് ഓർബൈനി കോമ്പിറ്റന്റ് അതോറിറ്റി എന്നതാണ്. കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ വഖഫ് ബോർഡായിരിക്കാം, അല്ലെങ്കിൽ കോടതിയായിരിക്കാം, ട്രിബ്യൂണൽ ആയിരിക്കാം. ട്രിബ്യൂണൽ ഒരാളെ എന്ത് ചെയ്യുന്നു, മുത്തവല്ലിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ഓൾറെഡി വഖഫ് ഡീഡിൽ എന്ത് പറയുന്നില്ല, മുത്തവല്ലിയെ പറയുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, സ്പെഷ്യൽ സാഹചര്യമ്പോൾ കോമ്പിറ്റന്റ് അതോറിറ്റി ചിലപ്പോൾ എന്ത് ചെയ്യും, മുത്തവല്ലിയായിട്ട് ടു ബി ആസ് മുത്തവല്ലിയായിട്ട് എന്ത് ചെയ്യും, ബോർഡിന് ചിലപ്പോൾ മുത്തവല്ലിയായിട്ട് ആരെങ്കിലും നിയമിക്കാനുള്ള അധികാരമുണ്ട്, കോടതിക്ക് മുത്തവല്ലിയായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് കൃത്യമായിട്ട് സെക്ഷൻ 3 ക്ലോസ് ഐയിൽ, വഖഫ് ആക്ടിന്റെ സെക്ഷൻ 3 ക്ലോസ് ഐയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തവല്ലിയെ സഹായിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇന്ന ആളെ മുത്തവല്ലിയെ സഹായിക്കാൻ വേണ്ടി അവരെയും എന്ത് ചെയ്യാം, നിയമിക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഓൾറെഡി ഒരു വഖഫ് ഡീഡിൽ ഒരു മുത്തവല്ലി ഉണ്ട്, മുത്തവല്ലി അപ്പോയിന്റഡ് ആണ്. ഈ അപ്പോയിന്റഡ് ആയ ആ മുത്തവല്ലി ഉണ്ടായിരിക്കെ ആ മുത്തവല്ലിയെ സഹായിക്കാൻ വേണ്ടി ഒരു സഹായ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ, സഹായ സമിതി ഉണ്ടാക്കാൻ പറ്റുമോ എന്നതാണ്. റൂളിങ്സിൽ തന്നെ കാണാൻ പറ്റും, മുത്തവല്ലിയെ സഹായിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സമിതി ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതും കൃത്യമായി തന്നെ സെക്ഷൻ 3 ക്ലോസ് ഐയിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ബോഡിയാണ്, ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ ആണ് ഇതിനെ മുത്തവല്ലിയായിട്ട് ഇതിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് നോ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഓർ കോർപ്പറേഷൻ ഷാൽ ബി ഡീംഡ് ടു ബി എ മുത്തവല്ലി അൺലെസ് സച്ച് എ മെമ്പർ ഈസ് ആൻ ഓഫീസ് ബിയറർ ഓഫ് സച്ച് കമ്മിറ്റി ഓർ കോർപ്പറേഷൻ. ഒരു കമ്മിറ്റിയാണ് ഇവിടെ മുത്തവല്ലി എങ്കിൽ, പ്രൊവൈഡഡ് ദാറ്റ് നോ മെമ്പർ ഓഫ് കമ്മിറ്റിയുള്ള മെമ്പർമാർ ഓർ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ മെമ്പർമാർ ഷാൾ ബി ഡീംഡ് ടു ബി മുത്തവല്ലി, അവരൊക്കെ മുത്തവല്ലിയായിട്ട് ഡീം ചെയ്യാൻ പറ്റില്ല അൺലെസ് സച്ച് എ മെമ്പർ ഇസ് ആൻ ഓഫീസ് ബിയറർ ആയിരിക്കണമെന്ന കണ്ടീഷനാണ് പറയുന്നത്. ഒന്നെങ്കിൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ സെക്രട്ടറി, അല്ലെങ്കിൽ ട്രഷറർ തുടങ്ങിയ ആളുകൾക്കൊക്കെ അതിന്റെ എക്സിക്യൂട്ടീവ് ബോഡിക്ക് മാത്രമേ അതിന്റെ മുത്തവല്ലി അധികാരത്തിൽ നിൽക്കാൻ പാടുള്ളൂ. എല്ലാ മെമ്പർമാരും മുത്തവല്ലി അധികാരത്തിൽ ഉണ്ടാവുകയില്ല എന്ന് വഖഫ് ആക്ടിലെ സെക്ഷൻ 3യുടെ അതിന്റെ പ്രൊവൈസോയിൽ പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് മുത്തവല്ലി ഷാൾ ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ, മുത്തവല്ലി പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം. ആൻഡ് ഷാൾ ഫുൾഫിൽ അതർ ക്വാളിഫിക്കേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, മറ്റു ക്വാളിഫിക്കേഷൻസുകളൊക്കെയും ഫുൾഫിൽ ചെയ്യണമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ സംഘടന ഒരു സംഘടന അവര് മുത്തവല്ലിയായിട്ട് നിലകൊള്ളുന്നതിനുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതേ സമയത്ത് സംഘടനയിലെ എല്ലാ മെമ്പർമാരും മുത്തവല്ലിയായി നിലകൊള്ളുകയില്ല. അതിൻ്റെ ഓഫീസ് ബിയറേഴ്സ് മാത്രമേ അതിൻ്റെ മുത്തവല്ലിയായിട്ട് നിലകൊള്ളാൻ പാടുള്ളൂ എന്നും വളരെ കൃത്യമായിട്ട് തന്നെ വഖഫ് ആക്ടിലെ സെക്ഷൻ 3 ക്ലോസിന്റെ പ്രൊവൈസോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വഖഫ് ബോർഡായിരിക്കാം നിലവിൽ, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണൽ ആയിരിക്കാം, അല്ലെങ്കിൽ വഖഫ് കോടതിയായിരിക്കാം. അവരൊക്കെയാണ് കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സാഹചര്യം എന്നത് കസ്റ്റംസ് കൊണ്ട് ചിലപ്പോൾ അതിന്റെ മുത്തവല്ലി ആരാണെന്ന് ചിലപ്പോൾ കസ്റ്റം പ്രകാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മുത്തവല്ലിഷിപ്പ് ട്രാൻസ്ഫറബിൾ ആണോ എന്നതാണ്. മുത്തവല്ലിഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫറബിൾ അല്ല. മുത്തവല്ലി എന്ന് പറയുന്ന ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. മുത്തവല്ലിക്ക് വേണമെങ്കിൽ തന്നെ സഹായിക്കാൻ വേണ്ടി ഖാദിം, അതുപോലെ വഖഫ് ആക്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഖാദിം, മുജാവർ, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ വേണമെങ്കിൽ സഹായിക്കാൻ വേണ്ടി വ്യക്തികളെയോ സമിതികളെയോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് അവർക്ക് മുത്തവല്ലിയുടെ അധികാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മുത്തവല്ലിയുടെ ഭരണം ആ മാനേജിന് സഹായിക്കാൻ വേണ്ടി സമിതി കൊണ്ടുവരാൻ പറ്റുമെന്നല്ലാതെ മറ്റു തരത്തിൽ മുത്തവല്ലി എന്ന തൻ്റെ അധികാരം അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നതാണ്
നിലവിലെ റൂളിങ്ങിൽ പറയുന്നത്. ബാക്കി മുത്തവല്ലിയുമായി ബന്ധപ്പെട്ട ടോക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചെയ്യാം. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.